അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യ സഹോദരങ്ങളെ, വിശ്വാസം ഇസ്ലാമിക ജീവിതത്തിൻ്റെ അടിസ്ഥാന ആശയമാണ്. വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനം സൃഷ്ടാവും സംരക്ഷകനുമായ ഏകനായ നാഥനിലുള്ള വിശ്വാസവും അവനു മാത്രമുള്ള ആരാധനയുമാണ്. അത് കഴിഞ്ഞാൽ സൃഷ്ടിനാഥൻ്റെ സൃഷ്ടികളിൽ പ്രമുഖരായ മലക്കുകളിലുള്ള വിശ്വാസമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയങ്ങൾ ഇപ്രകാരം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അൻതുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. അള്ളാഹുവിലുള്ള വിശ്വാസവും മലക്കുകളിലുള്ള വിശ്വാസവും കഴിഞ്ഞാൽ മൂന്നാമത്തേത് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്. തുടർന്ന് പ്രവാചകന്മാരിലുള്ള വിശ്വാസവും അന്ത്യദിനത്തിലുള്ള വിശ്വാസവും നന്മ തിന്മകൾ അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസവും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ആധാരശിലകളാണ്. വേദഗ്രന്ഥങ്ങൾ മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്നതിനു വേണ്ടി ലോകസ്രഷ്ടാവായ നാഥൻ മനുഷ്യർക്ക് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ മാനവരാശിയുടെ നന്മയ്ക്കു വേണ്ടി സന്മാർഗദർശനത്തിനു വേണ്ടി നിയുക്തരായ ഉന്നതരായ പ്രവാചകന്മാരിലൂടെയാണ് വേദഗ്രന്ഥങ്ങളെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ വേദഗ്രന്ഥങ്ങളിൽ അവിശ്വാസികൾ ആയിട്ടുള്ളവർ തീർച്ചയായും ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. വമൻ യക്ഫുർ ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി ഫഖദ് ളല്ല ളലാലം ബഈദ. ആര് അള്ളാഹുവിനെയും മലക്കുകളെയും വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും അന്ത്യദിനത്തെയും നിഷേധിക്കുന്നുവോ അവർ സ്പഷ്ടമായ വഴികേടിലാണ് എന്നാണ്. ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാരിൽ അള്ളാഹു വേദഗ്രന്ഥങ്ങൾ നൽകി. പ്രധാനമായി നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ മൂസ അലൈഹിസ്സലാമിന് നൽകപ്പെട്ട തൗറാത്തും ഈസ അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ഇഞ്ചീലും ദാവൂദ് അലൈഹിസ്സലാമിന് നൽകപ്പെട്ട സബൂറും ഏറ്റവും അവസാനത്തെ ഗ്രന്ഥമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനുമാണ്. ഈ വേദഗ്രന്ഥങ്ങളിൽ പൂർവികമായ വേദഗ്രന്ഥങ്ങൾ അത് അവതരിപ്പിക്കപ്പെട്ട വിധത്തിൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. മുഴുവൻ വേദഗ്രന്ഥങ്ങളും അടിസ്ഥാനപരമായി മനുഷ്യരെ പഠിപ്പിച്ചത് ഏറ്റവും പ്രധാനമായി ഏകനായ സ്രഷ്ടാവിൻ്റെ ഏകത്വത്തെയും അവൻ്റെ സവിശേഷതകളെയും സംബന്ധിച്ചാണ്. അതേപ്രകാരം തന്നെ മരണാനന്തരം വരാനിരിക്കുന്ന രക്ഷാശിക്ഷകളുടെ ലോകത്തെ സംബന്ധിച്ച് പൂർവിക പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിരുന്ന വേദഗ്രന്ഥങ്ങളെല്ലാം വിശദമാക്കുകയുണ്ടായി. ഏറ്റവും അടിസ്ഥാനപരമായി എല്ലാ വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന യാഥാർത്ഥ്യമാണ്. ഈ വേദഗ്രന്ഥങ്ങൾ മനുഷ്യരിലേക്ക് സന്മാർഗദർശനത്തിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു, വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബ് ഔ യുർസില റസൂല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഒന്നുകിൽ അള്ളാഹുവിൽ നിന്ന് അവന് ദിവ്യബോധനം ലഭിക്കുക, അല്ലെങ്കിൽ ഒരു മറയ്ക്ക് പിന്നിലായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ദൂതനെ അയച്ചുകൊണ്ട് ഈ വിധത്തിലല്ലാതെ മനുഷ്യനിലേക്ക് മാർഗദർശനങ്ങൾ സൃഷ്ടാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. ആ ദിവ്യ സന്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് മഹാന്മാരായ പ്രവാചകന്മാർക്കാണ്. ആ പ്രവാചകന്മാർ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ തങ്ങൾക്ക് ലഭിച്ച അള്ളാഹുവിൻ്റെ വചനങ്ങളെ അതാത് കാലത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അങ്ങനെ സമർപ്പിക്കപ്പെട്ട ലോകത്തിനു മുമ്പിൽ നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ മുഴുവൻ വിശ്വസിക്കൽ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്.
മൂസ അലൈഹിസ്സലാമിന്, ഈസ അലൈഹിസ്സലാമിന്, ദാവൂദ് അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ ഒരാൾ അവിശ്വസിച്ചാൽ അയാൾ മുസ്ലിമാവുകയില്ല. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു കൽപ്പിക്കുന്നു, ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വ ഈസ വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ. നിങ്ങൾ പറയണം, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ മാത്രമല്ല പൂർവിക പ്രവാചകന്മാരായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് സന്തതികൾ, മൂസ, ഈസ തുടങ്ങിയ പ്രവാചകന്മാരിലേക്ക് അഖിലം നൽകപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവരിലൊരാൾക്കിടയിലും ഞങ്ങൾ വേർതിരിവ് കൽപ്പിക്കുകയില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, തീർച്ചയായും ഞങ്ങൾ അവന് അഥവാ അള്ളാഹുവിന് കീഴടങ്ങുന്നവരാണ് എന്നു പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് വിശ്വാസികളോട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു കൽപ്പിക്കുന്നത്. അതുകൊണ്ട് മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തൽ ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. എന്നാൽ കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ പൂർവിക വേദഗ്രന്ഥങ്ങളിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നു എന്ന കാരണത്താൽ ആ വേദഗ്രന്ഥങ്ങളെ മുഴുവൻ സത്യപ്പെടുത്തിക്കൊണ്ട് അവയിൽ പിൽക്കാലത്ത് കടത്തിക്കൂട്ടപ്പെട്ട ആശയങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് യഥാർത്ഥമായ വെളിച്ചം മനുഷ്യർക്ക് നൽകുന്നതിനു വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഖുർആനിലൂടെ ലോകത്തിൻ്റെ നാഥൻ മനുഷ്യരെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടുകൂടി പൂർവകാല വേദഗ്രന്ഥങ്ങൾ മുഴുവൻ തന്നെ അത് നിഷ്ഫലമായി തീർന്നു എന്നതാണ് ഇസ്ലാം വ്യക്തമായി മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഏറെ സവിശേഷതകളുള്ളതാണ്. 1400 വർഷങ്ങളേറെയായി ലോകത്തിൻ്റെ മുമ്പിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാത്ത വിധം അത് നിലകൊള്ളുന്നു. ഖുൽ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും ഇൻ കുൻതും സ്വാദിഖീൻ. നിങ്ങൾ ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഈ ഖുർആനിന് സമാനമായത് നിങ്ങൾ കൊണ്ടുവരിക എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതിന് തയ്യാറാകണം എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതിയുണ്ടാക്കിയതാണ് ഖുർആൻ എന്ന് വിമർശിക്കുന്ന ആളുകളുണ്ട്. മനസ്സിലാക്കേണ്ടുന്നൊരു വസ്തുത, ആ ഗ്രന്ഥത്തിൽ പ്രവാചകനോട് പോലുമുള്ള ശാസനകളുണ്ട് എന്നതാണ്. ഒരു വ്യക്തി എഴുതിയ ഗ്രന്ഥത്തിൽ അയാളെ ശാസിക്കുന്ന വാക്കുകൾ ഉണ്ടാകുമോ എന്നത് സാമാന്യ ബുദ്ധി വെച്ചുകൊണ്ട് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുമാത്രവുമല്ല, വിഷയവൈപുല്യം കൊണ്ട് അനിതരമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രവചനങ്ങൾ നിരവധിയാണ്. ആ പ്രവചനങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ സത്യമായി പുലർന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണങ്ങൾ നിരവധിയാണ്. വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല, പക്ഷേ അത് ശാസ്ത്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതൊരു ചരിത്ര ഗ്രന്ഥമല്ല, പക്ഷേ അത് ചരിത്രം കൈകാര്യം ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെ സ്പർശിക്കുന്ന നിരവധി വിഷയങ്ങളാണ് ആ ഗ്രന്ഥം ലോകത്തിൻ്റെ മുമ്പിൽ സംസാരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അടിസ്ഥാനപരമായി ഇത് ദൈവികമാണ് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ, ആ ഏകനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നത് വ്യക്തമാക്കാൻ. മനുഷ്യൻ്റെ ജീവിതം മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല, മരണാനന്തരം രക്ഷാശിക്ഷകളിലെ ലോകമുണ്ട്. അതുകൊണ്ട് ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കണമെന്ന് മനുഷ്യരെ പഠിപ്പിക്കാൻ, മനുഷ്യൻ്റെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും ഇടപാടുകളെയും ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന നിർദ്ദേശങ്ങളാണ് 6000-ലേറെ വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിയെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തിൻ്റെ അവതരണത്തോടുകൂടി മറ്റ് ഗ്രന്ഥങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. അതിനേറ്റവും പ്രധാനമായ കാരണം അഹ്ലു കിതാബ് അഥവാ പൂർവ്വകാലത്ത് ജീവിച്ചിരുന്ന 2 ഗ്രന്ഥങ്ങൾ ലഭിച്ചിരുന്ന ജനത, ആ സമൂഹം
പിൽക്കാലത്ത് അവരിലെ പുരോഹിതന്മാർ കടന്നു വന്നുകൊണ്ട് സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയതെല്ലാം ആ ഗ്രന്ഥത്തിലുള്ളതാണ്, ദൈവികമാണ് എന്ന് വാദിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി ലിയശ്തറൂ ബിഹി സമനൻ ഖലീല ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കുക, എന്നിട്ട് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറയുക. എന്തിനു വേണ്ടി? തുച്ഛമായ വിലക്ക് അതിനെ വിൽക്കാൻ വേണ്ടി. ഇവിടെ 3 കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് ഈ വചനത്തിൽ. ഒന്ന്, സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കുക. പിന്നീട് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വാദിക്കുക. ആ കാര്യങ്ങൾ ഭൗതികമായ നേട്ടത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ചെയ്യുന്ന ആളുകൾ സ്വന്തം കരങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതും അവർ സമ്പാദിച്ചു വെക്കുന്നതും കാരണം അവർക്ക് നാശം എന്നാണ് വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം 79-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ നന്മകളായ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിക്കുന്ന, മുഴുവൻ തിന്മകളെക്കുറിച്ചും മനുഷ്യരെ ഉത്ബോധിപ്പിക്കുന്ന, ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന മഹത്തായ ഗ്രന്ഥം. സാഹിത്യ ഭംഗി കൊണ്ട് സുന്ദരമായ, അതിൻ്റെ ആശയവൈപുല്യങ്ങൾ കൊണ്ട് അനിതരമായ ഈ മഹത്തായ ഗ്രന്ഥം ദൈവികമാണ് എന്നത് അതിനെ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കുന്ന ഏതൊരു മനുഷ്യനും വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് വേദഗ്രന്ഥങ്ങളിൽ മാറ്റത്തിരുത്തലുകളില്ലാതെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ആഴത്തിലറിയാൻ, ആ ഖുർആനിൻ്റെ ദൈവികത തിരിച്ചറിയാൻ അതിൻ്റെ പഠനത്തിനു വേണ്ടി സമയം കണ്ടെത്തണമെന്നാണ് വിനയത്തോടുകൂടി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.